ഞാൻ 2024 ലാസ്റ്റ് ദിവസം ഡിസംബർ ലാസ്റ്റ് ദിവസം ഞാൻ ഒരു യാത്ര പോയിട്ടുണ്ടായി. അത് മലയാറ്റൂർക്കായിരുന്നു. മലയാറ്റൂർക്ക് ചെന്നപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വലിയ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഫെസ്റ്റിവലിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ 2024 ലാസ്റ്റ് ദിവസം ഒരു പാപ്പാഞ്ഞിനെ കത്തിക്കും. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ക്രിസ്ത്യാനിറ്റിയിൽ പെട്ട ഒരാളായതുകൊണ്ട് ആള് പറയുന്നത് പാപ്പാഞ്ഞിനെ ഒരിക്കലും കത്തിക്കാൻ പാടില്ല, അതൊരു പുണ്യാളനാണ് എന്ന് പറയും. അപ്പോൾ ആൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് അത് ശരിയാണെന്ന് തോന്നുന്നു. അത് സമ്മാന പൊതികളുമായിട്ട് വരുന്ന ഒരാൾ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെയും കണ്ട് ഞാൻ ആ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലമുണ്ട്, തടാകത്തിൻ്റെ അടിഭാഗത്തായിട്ടുള്ള സ്ഥലം എന്ന് പറയും. തടാകമുള്ള സ്ഥലത്താണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ മേലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മേലേക്ക് പോയി മേലെ ചെന്നപ്പോൾ അവിടെ അധികം ആൾക്കാരൊന്നുമില്ല. രാത്രി കാലങ്ങളിൽ അവിടെ നന്നായിട്ട് ലൈറ്റ് ഒക്കെ ഇട്ട് ന്യൂ ഇയർ ഉള്ള സമയങ്ങളിൽ, ന്യൂ ഇയർ ഉള്ള സമയം 10 ദിവസത്തോളം ലൈറ്റ് ഉണ്ട്. നമ്മൾ പോയിപ്പോൾ അവിടെ ആരുമില്ല, ഒറ്റയ്ക്കാണ് യാത്ര. ഒറ്റയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർ, വളരെ 1-2 പേര് മാത്രം. മുകളിൽ ചെല്ലുമ്പോഴും അധികം ആൾക്കാരുണ്ടാവാൻ സാധ്യതയില്ല എന്ന് കണ്ടപ്പോൾ നമ്മളങ്ങനെ നടന്നു. നമ്മൾ ആദ്യത്തെ സ്ഥലത്തുമ്പോഴേക്കും നല്ല ടയേർഡാവും. അതായത് ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലം നടന്ന് കയറി നമ്മളൊരു കല്ലെടുക്കെത്തുമ്പോഴേക്കും നല്ല ടയേർഡായി. നമ്മൾ വാട്ടർ ടാങ്ക് ഉള്ള ഒരു സ്ഥലം കവർ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുത്തനായിട്ടുള്ള ഒരു കയറ്റം, അത് കല്ലെടുക്കായിട്ടുള്ള കയറ്റം. നല്ല രീതിയിൽ നമ്മൾ നടന്ന് ടയേർഡായി തന്നെ കയറാൻ പറ്റുള്ളൂ. അപ്പം നമ്മളതൊരു ആവേശത്തിൻ്റെ പുറത്ത് നല്ല സ്പീഡിൽ പെട്ടെന്ന് കയറി നമ്മൾ ആദ്യത്തെ സ്ഥലത്ത് നിന്ന് നമ്മൾ ഏറ്റവും അവസാനത്തെ സ്ഥലം, അതായത് 9ാം സ്ഥലമാണെന്ന് തോന്നുന്നു. ഇനിയും സ്ഥലങ്ങളുണ്ടോയെന്ന് അറിയില്ല. മുൻപും വന്നിട്ടുണ്ട്, പക്ഷേ എത്ര സ്ഥലങ്ങളുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ 10ാം സ്ഥലത്ത് എത്തി. 10ാം സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ 11ാം സ്ഥലം ഉണ്ടാവുന്നുണ്ട്. 11ഉം കടന്ന് നമ്മൾ ആനകുത്തിയ പള്ളിയുടെ അവിടേക്ക് എത്തി. ആനകുത്തിയ പള്ളി ഗ്ലാസ്സൊക്കെ ഇട്ട് കവർ ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പം ആന കുത്തണില്ല എന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇതിൻ്റെ ചുറ്റിനും ഇലക്ട്രിക്കൽ ഫെൻസിങ് ഞാൻ വരുന്ന വഴിക്ക് തന്നെ കണ്ടു. നമ്മൾ നടന്നു വരുന്നതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഇലക്ട്രിക്കൽ ഫെൻസിങ് കണ്ടു. പിന്നെ അവിടെയൊക്കെ കുറേ സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ അവിടുത്തെ പള്ളിയാണ്, അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യം കാര്യങ്ങളുണ്ട്. അതിൻ്റെ ചുറ്റുഭാഗത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിൻ്റാണ്. അതായത് അത് നമ്മളിപ്പോൾ ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസുകളിൽ ചെല്ലണ മാരത്ത് തന്നെ, അതിപ്പോൾ ഏത് സ്ഥലങ്ങളായാലും കുന്നിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു ഭംഗി അത് പക്ഷേ ഇവിടെ ഇത്തിരി കൂടുതലായിട്ട് നമുക്ക് തോന്നും. അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു കൈവരിയും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ആ വ്യൂ പോയിൻ്റ് കാണാം. അത് ഏതാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയില്ല. മലയാറ്റൂരിൻ്റെ താഴ്വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അങ്കമാലിയൊക്കെ ആയിട്ട് വരും തോന്നുന്നു. അങ്കമാലി ഭാഗമൊക്കെ ആയിട്ട് വരും തോന്നുന്നു. മലയാറ്റൂരിൻ്റെ ഭാഗം അങ്ങനെയാണല്ലോ നമുക്കറിയാൻ പറ്റും. പെരുമ്പാവൂർ അങ്കമാലിയൊക്കെ ആയിട്ട് വരും തോന്നുന്നു. വീണ്ടും നമ്മൾ ആനകുത്തിയ പള്ളിയുടെ അവിടേക്ക് തന്നെ നടന്നു. ആ പാറയുടെ മേലെയാണ് നിൽക്കുന്നത്. അതൊരുപാട് പഴക്കമുള്ള പള്ളിയാണ് ആനകുത്തിയ പള്ളി കാണിക്കുന്നത്. അത് കുറച്ചധികം പഴക്കമുണ്ട്. പക്ഷെ എന്നാലും വെട്ടുകല്ലിൽ പണിതിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പഴക്കം അതിനുണ്ടാവും എന്ന് വിചാരിക്കണം. വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ നന്നായിട്ടുണ്ട്. അവിടെ നല്ല ഒരു കാറ്റ്, ഇങ്ങനെ ഇളം കാറ്റായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല രസകരമായിട്ടിരിക്കാം. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പള്ളിയിലെ ആ കുത്തിയ സ്ഥലത്ത് ആൾക്കാർ നേർച്ച ആയിട്ട് പൈസ ഉപയോഗിച്ചിട്ടാണ് നേർച്ച നടത്തിയിരിക്കുന്നത്. പൈസയാണ് അവിടെ ഇട്ട് വെച്ചാണ്. വീണ്ടും നമ്മൾ ആ സീനറിയൊക്കെ ഒന്നും കൂടി കണ്ട് നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങി വരും. താഴെ വന്ന് വീണ്ടും പാപ്പാഞ്ഞിനെ നമ്മളൊന്ന് അടുത്ത് പോയി കാണും. അപ്പോൾ നോക്കുമ്പോൾ ഒരു 50 അടിയോളം ഹൈറ്റുള്ളൊരു പാപ്പാഞ്ഞി. ഇന്ന് വൈകുന്നേരം അതിനെ കത്തിക്കും. അതോടുകൂടി 2024 അവസാനിക്കും. ഇതാണ് ആ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇവിടെ DJ ആണ് നടക്കുക. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ ന്യൂ ഇയർ ആഘോഷിക്കാൻ യാത്രയായി. നമുക്ക് ഒരു 6 മണിയാകുമ്പോഴേക്കും എനിക്ക് വീട്ടിലെ